ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടോ. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അരെ പോരെ ഒന്നങ്ങനെ തന്നാലുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്തരാം. നീ എന്ന് ആ ആടലോടകം കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അറ്റമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചക്ക. ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്ക എന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. താങ്ങി താങ്ങ്. ഇതിനും കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെ കാനും. മാഷ കൈപ്പുണ്യം എന്ന് പറയുന്നത്. എന്താ വെച്ചോ? മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, ആ തല പൊതിച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാര മതിയാ? ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടിവെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാര എന്തെങ്കിലും കൊടുക്കച്ചാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്തിനീ വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല. എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തിങ്ങട് തരൂ. അവിടെ ഇരിക്കാൻ കണ്ടോ? ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാറി മാറി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. വരണോ? അവിടെ ഉണ്ണീട്ടിന്റെ ഒരു വികൃതികളെ. ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല. നാളെ തരാം. അവന് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. ഉണ്ണീട്ടും കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളൂ ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടാവും. നോക്കിക്കോ ഗോപേട്ടാ. അവൻ പിണങ്ങിപ്പോയതാ ആവോ? മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. ഈശോയെ, മാഷിനെ കണ്ടാടോ? ഇല്ല. പഞ്ചവർണ്ണ മാഷിനെ കണ്ടാടി? അവിടെ ഉണ്ടാവും. എന്റെ മാഷെ, മാഷ് ഇവിടെ വന്ന് നിൽക്കണ. ഇവിടെ നെല്ലിമരം ഉണ്ടാ? മാവ, പ്ലാവ, തേക്ക. ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. അണ്ടർവെയർ വള്ളി പമ്പക്കി മറ്റും പാമ്പാട്ടി നീ. ഇവിടെ ഇവിടെ അത് ഇന്ത്യയുടെ പണ്ടാരം. ഇവിടെ ഇവിടെ അങ്ങനെ പറയാം. തനിക്ക് ഞാൻ തരുമ്പോ തരട്ടെ. വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ ഭ്രാന്തുണ്ടാ? ഹായ്, വന്നല്ലോ കുരിശുമാല. ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ, ഗുളികയല്ലേ? മിടുക്കൻ. ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ.
ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ ഇതിൽ 8 ഗുളികയുണ്ട്. 8ന്റെ പാതി എത്ര? 8ന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കി 3, ഇങ്ങനെയാണെങ്കി 0. മിടുക്കടാ മിടുക്കടാ. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട ഇയാളാ. ദാ, ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ, ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. വെള്ളം എടുക്കുക. എന്നിട്ട് വേഗം ആയിക്കോട്ടെ. എന്ത് വേണം? ഇഴുങ്ങി. മിടുക്കൻ. വിഴുങ്ങി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നെന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്താ ഉദ്ദേശിച്ച? അച്ഛനെന്താ ഉദ്ദേശിച്ച? കുഞ്ഞവരാ, അച്ഛനെന്താ കുഞ്ഞവരാ. പറഞ്ഞുതരാം. ദാദായി മരുന്ന് കഴിച്ചേ. അച്ഛൻ നന്നാ കഴിക്കില്ല. മോനെ. ആ ഈ അച്ഛനാണാ? വെള്ളം എടുത്തേ, വെള്ളം എടുത്തേ. എങ്ങനെയുണ്ട് മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, എന്താണ്? നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താടാ പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമന കുട്ടേട്ടാ. ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചു ഇന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഈ പറയണേ? മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛാ പറയണ കേട്ടില്ലേ അച്ഛാ? നീ വിഷമിക്കാതെ, ഇതിപ്പ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാരുള്ള മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവര വരട്ടെ. മാഷനെ വിളിച്ച ആ കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടുമിക്കളം മാഷ നല്ല കാശല്ലേ? അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആഹാ മാഷിനെ അല്ലടോ, അതായിരിക്കണോ. പോകാം. ആ ഹംസ ഇന്ദുലേഖയുടെ ആങ്ങളെയല്ലേ? അയ്യോ ദേ അച്ഛ പിന്നെ ഇന്ദുലേഖാന്ന് വെച്ചു. അല്ലേ ഇന്ദുലേഖേ? അയ്യോ വാ. ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോടാ കോപ്പേ. അല്ല, ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? ലേഖ. ഇന്ദു പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണി ചെയ്ത് ഒരു കവള് കൂടെ കുടിച്ചു. ഇനി ഇതാരാണെന്ന് നോക്കിയേ. പറഞ്ഞോ. ഇവളോ? ഇവൾ വഞ്ചന. വനജ. വനജ? ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? മോനെ. മോനെ കുട്ടാ, മോനൊന്ന് എഴുന്നേറ്റേ. അതൊക്കെ കൊഴപ്പൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? ഇറങ്ങടാ വെളിയില്. എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി വേലെ പഠിക്കാത്ത കയറി അടിച്ചു നിച്ച. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പറഞ്ഞിട്ടില്ലടി, ഇനി നമ്മൾ ഒരു നിമിഷം വീട്ടിൽ നിൽക്കില്ല. വാരി ഞാനങ്ങ് തന്നാലുണ്ടല്ലോ, ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ ഇന്ദുലേഖ ഉണ്ടല്ലോ, അവളുടെ കൂടെ പോയി പുറത്തു. അളിയാ, നേരത്തെ തോളത്തെ ബേഡി ഉണ്ടാ? എനിക്കൊന്നും ആയില്ല. ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി. ബേഡി ഓടാ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചിലും വേറെ പോവാനാ.
നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറി ചെല്ലൊന്നുമില്ല, പിന്നെ നല്ലോണം വലിഞ്ഞു കയറി ചെല്ലും. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവും കൂടെ തരട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗവും ആലോചിക്കാം. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്, ഇപ്പൊ കണ്ട മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനേ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ, അയ്യോ ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അയ്യോ, അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ്. അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്.
മാഷേ മാഷേ ഏ? എന്താടാ അച്ഛാ ഇത് കണ്ട എന്താ ഗോപി? ചെക്കനെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിലോ നാട്ടുകാരെ തല്ലുണ്ടു ചാവും. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുരുത്തക്കേടായിട്ട് ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നിക്കണമില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു വല്ല ചങ്ങലേലും ഞാനിത് എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തർ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കഴുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഹായ് ആരെത്ര ഉണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ കരുതി തള്ളി ഉവ്വ. ഒന്നുമില്ല. അരുത് പാവത്തിന് അടിക്കരുത്, പറയുന്നത് കേൾക്കൂ, അടിക്കരുത്. ഇനി പഠിക്ക് പോകുന്നു. വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ? എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരു ആവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ട് ആ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ല. ദേ അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പുറക്കേണ്ടവള്. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ, നീ അകത്ത് പോ. തമാശ പറയല്ലേ? നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്ക് താലി കെട്ടണം. അതിനെന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം, അല്ലെങ്കിൽ നിന്നെ കൊല്ലണം. ഉണ്ണി, ഉണ്ണി. അച്ഛാ കൈ അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ നൊന്തോ? അമ്മ പറഞ്ഞല്ല, അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാണ്. ഞാൻ നന്നായി അച്ഛാ. അച്ഛൻ എന്തിനാ കരയണേ? എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ, സത്യം. സത്യം. എന്നാ എന്നെ പുറത്തു വിടുവോ? എന്തിനാ? വെറുതെ കാണിക്കാനാ? പിന്നെന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആര്? ഗോപിക്കുട്ടനോ? ആ, അവന്റെ മുണ്ട എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛാ. എന്നെ പുറത്തു വിടൂ, പുറത്തു വിടൂ അച്ഛാ. ഗോപിക്കുട്ടരെ ശരിയാക്കണം.